വാർത്തകളുമായി ന്യൂസ് 5 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സച്ചിദാനന്ദനെ വെല്ലുവിളിച്ച് ശ്രീകുമാരൻ തമ്പി. തന്റെ കവിതയ്ക്ക് യോഗ്യത കൽപ്പിക്കാൻ സച്ചിദാനന്ദൻ ആര്? കേരള ഗാനം ഇനി അക്കാദമിക്ക് നൽകില്ല. സച്ചിദാനന്ദൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം അക്കാദമി അവാർഡ് സ്വീകരിക്കില്ലെന്നും ശ്രീകുമാരൻ തമ്പി കേരള വിഷൻ ന്യൂസിനോട്. 10ാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങാൻ ഞാൻ 25ാമത്തെ വയസ്സ് സിനിമയ്ക്ക് പാട്ട് എഴുതുവാനാണ്. അന്ന് ഞാൻ എടുത്തത് ആരോടെന്നറിയോ? പി ഭാസ്കരോടും വയലാറിനോടും. പി ഭാസ്കരോടും വയലാറിനോടും മത്സരിച്ച് നിലനിന്ന ഞാൻ. എനിക്ക് സച്ചിദാനന്ദൻ ആര്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. വയനാട്ടിൽ ആനി രാജയ്ക്ക് സാധ്യത. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചേക്കും. തൃശൂരിൽ VS സുനിൽകുമാർ. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാർ പരിഗണനയിൽ. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് 4-അംഗ ഉപസമിതി. കേരളത്തിന്റെ ധനപ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ മോശം ധനമാനേജ്മെന്റാണെന്ന് കേന്ദ്രം. കടക്കണിയിലായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും. വിമർശനം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ. സംസ്ഥാന ബജറ്റ് നാളെ. വിഭവ സമാഹരണത്തിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയ്ക്ക് പണം നീക്കിവെക്കുമെന്നും പ്രതീക്ഷ. കോഴിക്കോട്ടെ NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രശംസ അപമാനകരമെന്ന് മന്ത്രി R ബിന്ദു. വിദ്യാർത്ഥികൾക്ക് അധ്യാപിക നൽകുന്നത് തെറ്റായ സന്ദേശം. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതൊക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും മന്ത്രി.